എൻ്റെ അടുത്ത് 10 ചോദിക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് 8 രൂപ സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ കാശ് കൊടുക്കേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കുറയ്ക്കും, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം. ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദേഷ്യപ്പെടും. എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടാണ് മെയിൻ. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ട് സീരിയസ്ലി അത് എനിക്കിപ്പം പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനപ്പുറം ഒരു ഭീകരമായ സപ്പോർട്ട്. അത് ടുവേർഡ്സ് കണ്ടിന്യൂ. ഇപ്പോഴും മൊബൈൽ എടുത്ത് നോക്കിയാൽ കാണാം, മെസ്സേജസ് വരാറുണ്ട്, ചാൻസ് ചോദിച്ചും വരാറുണ്ട്, അല്ലാതെ പല രീതിയിലും മെസ്സേജസ് വരാറുണ്ട്. എല്ലാം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് മാന്യമായിട്ടുള്ള എൻ്റെ കാര്യം. ഞാനതങ്ങനെ കൊണ്ടുപോകുന്നു. നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ നമ്മളുടെ സിനിമയാണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവിടെ ഗ്രൂപ്പിസം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിസം ഉണ്ടാകാം, ഈ പറഞ്ഞ കണക്ക് അസോസിയേഷൻസ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നവാഗതൻ എന്നുള്ള നിലയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? അതോ സപ്പോർട്ടായിരുന്നോ? അല്ല, ബേസിക്കലി നമ്മുടെ ഞാൻ ആകെപ്പാടെ എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അസോസിയേഷനാണ്. ഞാൻ സ്ഥിരം മെമ്പർ ആവണമെങ്കിൽ എൻ്റെ ഈ പറയുന്ന രണ്ടാമത്തെ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് എനിക്ക് സത്യത്തിൽ എൻ്റെ അസോസിയേഷനിൽ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പല ഇൻസിഡൻസിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇൻകൂർ പരിപാടിയിലേക്ക് ഞാൻ ചെന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു മോർ ഡീറ്റെയിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയ ഒരു ചില സാഹചര്യം വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അതിന് വേണ്ടുന്ന എനിക്ക് തരേണ്ട സജഷൻസ് തന്നു, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട്. പിന്നെ എല്ലാവരും അത്യാവശ്യം സുഹൃത്തുക്കളാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഫ്രാങ്ക്ലി. ബാക്കി കാണുന്ന ഈ പുറമേ കാണുന്ന പൊളിറ്റിക്സ് അതിലേക്ക് ഞാൻ ഇതുവരെയ്ക്കും എത്തിപ്പെടാതിരിക്കട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ 3 സിനിമകൾ ഇപ്പോൾ ബാബ്ലോ പാർട്ടി അനൗൺസ് ചെയ്തു, അതിൻ്റെ ഷൂട്ട് ഈ നവംബർ 19 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം 2 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ചോദിക്കുന്നത് തെറ്റായിട്ട് ധരിക്കണ്ട. കാരണം ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്തായിരുന്നു? ഈ 2-നകത്ത് ഏതായിരുന്നു? ആദ്യത്തെ സിനിമയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനൂപ് ഉള്ളതിനെ കൊണ്ട് ഞാൻ സത്യത്തിൽ എനിക്ക് കുറച്ച് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും എനിക്ക് ഒരു എഫേർട്ടും വന്നിട്ടില്ല. കാരണം ടു ബി ഫ്രാങ്ക് എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവ് എന്നല്ല, ഹീസ് ഗ്രേറ്റ്. അത് അങ്ങനെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിനകത്ത് സ്ട്രഗിൾ ഏത് തരത്തിലാണെന്ന് എനിക്ക് ഇപ്പം ബ്രീഫ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് റിലീസിലേക്ക് ഇരിക്കുന്നു. അപ്പം ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യണമല്ലോ. ഓവർകം ചെയ്താലാണല്ലോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക. ഓവർകം ചെയ്തു വന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ചോദ്യത്തിൽ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ പടവും ചെയ്തത് ഒരു പെൺകുട്ടിയാണ്, പുള്ളിക്കാരിയുടെ ആദ്യത്തെ പടമാണ്, പുള്ളിക്കാരിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പേരെന്തായിരുന്നു? ആരതി ഗായത്രി ദേവി. അതെ അതെ. ഓക്കെ. അപ്പം ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഒരു സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ഡെയിലി ബഡ്ജറ്റ് ഇത്ര ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഒരു എക്സസ് ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ അംജിത്ത് എന്താണ് ചെയ്യുക? ഡിപ്രഷൻ അടിച്ച് കറങ്ങി വീഴുന്ന പരിപാടി, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അത് ഡിപ്പെൻസ് ഓൺ സാഹചര്യമല്ലേ. നമ്മളിപ്പം ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദേഷ്യപ്പെടും. ഇനി ചില സാഹചര്യങ്ങളിൽ എന്താ പറഞ്ഞ വാക്കുതർക്കത്തിൽ തീരുന്ന സംഭവങ്ങളാണെങ്കിൽ വാക്കുതർക്കത്തിൽ തീരും. ഡിപ്രഷൻ അടിച്ച് മാറി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് പ്രാക്ടിക്കലാണ്. അന്നത്തെ ദിവസം അന്നത്തെ കാര്യം നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ അതിന് പിന്നെ അടുത്ത ദിവസം വന്നിട്ട് ഈ തലേ ദിവസത്തെ കാര്യം നമുക്ക് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യം തീർക്കണം. അത് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാറ്റ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ആ ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് ഭയങ്കരമാണ്. കാരണം ഈ ഒരു 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തെ ഗ്യാപ്പിൽ ഇതിൽ മെയിൻ കോറിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഡെയിലി വേജസിൽ ഈ ബാറ്റ എന്ന് പറഞ്ഞിട്ട്
അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയിട്ടാണ് അവർ വളരെ അസോസിയേഷൻ പറയുന്ന കുറച്ച് അവരുടെ ഒരു തുച്ഛമായ പാക്കേജിൽ, അപ്പം അവർക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. അവരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണല്ലോ. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ അവർ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടാണ് അവർ ആ ഡാറ്റ എന്ന് പറഞ്ഞ പേപ്പർ എഴുതി കൊണ്ടുവന്ന് കൺട്രോളറെ കൊടുക്കുന്നത്. ആ കൺട്രോളറെ കൊടുത്ത് പുള്ളിക്കാരൻ അക്കൗണ്ട്സിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് വിടുക. അവിടെ അൺനെസസറി ആ സംഭവം നടക്കാതെ വരിക, ദേഷ്യപ്പെടുന്നതിനെ കുറിച്ച് നടക്കാതെ വരിക നമ്മുടേതല്ലാതെ കാരണം. നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ട് അക്കൗണ്ടന്റ് റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇവരുടേതായ കാരണം കൊണ്ട് അവിടെ ഡിലേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കോർ ഗ്രൂപ്പാണ്. ഒരു പ്രൊഡക്ഷനിൽ ഒരു 10 പേരോ 8 പേരോ കാണും. അതിൽ ഒരാൾക്ക് ചിലപ്പം വളരെ അർജന്റായിട്ടായിരിക്കും ചിലപ്പം കുറച്ച് ചെറിയ പൈസ കിട്ടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എന്തെങ്കിലും ഒരു തേർഡ് പേഴ്സണിന്റെ ഒരു അൺനെസസറി ആവശ്യമില്ലാത്തൊരു കാര്യത്തിലായിരിക്കും ഇവിടെ ഡിലേ വരുന്നത്. പുള്ളിക്കാരൻ്റെ ആവശ്യകതയെ മുൻനിർത്തിയിട്ട് പുള്ളിക്കാരൻ പൊതുവെ മറ്റുള്ളവരുടെ പറയുന്നത് ഇങ്ങനെ അവിടുത്തെ പ്രൊഡക്ഷനിൽ പൈസ, ഇത് നമ്മളുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ തെറ്റില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചൂടാവുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ഈ പ്രോസസ്സിലേക്ക് പോകും. അത് ദേഷ്യപ്പെട്ട് തീർക്കുമ്പോൾ ആ പരിപാടി അവിടെ സെറ്റിലായി. അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അത് ക്ലിയർ ആക്കി പോകാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. ഇപ്പം ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ. ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ച് പോകാറുണ്ടോ, അതോ മൊത്തത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മാറിയിരിക്കലാണോ കൂടുതൽ? ഇല്ല, അത് ഞാൻ പറയുന്നതിനപ്പുറം ഇപ്പൊ എന്റെ സിനിമയിൽ അസോസിയേറ്റ് ചോദിച്ചാലായിരിക്കുന്നത് ഞാൻ പൊതുവെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇടപെടാറുണ്ട്. വേറെ ഒന്നുമില്ല, ടെക്നിക്കൽ സൈഡിലല്ല. എൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികം കൊടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലും, അതിപ്പം ഇപ്പം തന്നെ നമ്മളെ ഇപ്പം തുടങ്ങാൻ പോകുന്ന ഈ പടത്തിൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കൊടുക്കേണ്ട കാശ് ഞാൻ ബാർഗെയിൻ ചെയ്താൽ കുറയുമെന്നുണ്ടെങ്കിൽ ഞാൻ ബാർഗെയിൻ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ സംസാരിക്കും. ഇപ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെ കൊണ്ടും സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രോജക്ട് ഡിസൈനർ സംസാരിക്കുമ്പോൾ അവർക്കും അവരുടേതായ പരിമിതി ഉണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഫോർമാലിറ്റി ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത് 10 ചോദിക്കുന്ന ആളുടെ അടുത്ത് എനിക്കൊരു 8 രൂപ സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ എൻ്റെ കാശ് കൊടുക്കേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കുറയ്ക്കും, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഓക്കെ. വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സീരിയൽ പ്രൊഡക്ഷൻ നടത്തി അത് കഴിഞ്ഞിട്ടൊരു പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് സിനിമയിലേക്കാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. സിനിമയിലേക്ക് വരുമ്പോൾ ഇത് വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടാണ് മെയിൻ. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ട് സീരിയസ്ലി അത് എനിക്കിപ്പം പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനപ്പുറം ഒരു ഭീകരമായ സപ്പോർട്ട്, അത് ടുവേർഡ്സ് കണ്ടിന്യൂ ഇപ്പോഴും. അതുകൊണ്ട് മാത്രമാണ് സിനിമ. കാരണം അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഉള്ള ഒരു സട്ടേറിൽ നിൽക്കുന്ന ആൾക്കാർ സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമയെക്കുറിച്ചൊരു വേറൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ആ ഏരിയയിലൊക്കെ, അല്ല നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അത് അങ്ങനെ അല്ല, പുള്ളിക്കാരൻ അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയങ്കര ബിലീവ് നമുക്ക് ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ കൂടെ ഒരു എല്ലാത്തിനും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ തരുമ്പോൾ ഇക്ക ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറയാൻ ഒരാൾ കൂടുതലും കൂടെ സത്യം പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഫാദർ മരണപ്പെട്ട് പുള്ളിക്കാരൻ പരസ്യമായിട്ടല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടീവാണ്, എല്ലാവർക്കും മനസ്സിലായി സിനിമ എന്താണ്, സിനിമ ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് പ്യുവർ ബിസിനസ്, അത്രേ ഉള്ളൂ. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇപ്പം കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യും, ആർട്ടിസ്റ്റുകളെ ആവട്ടെ പലരും. നമ്മൾ പണ്ട് സിനിമ ടി വിയിലും തിയേറ്ററിലും ഒക്കെ കാണുമ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചവരെ, മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ, ഒരു വട്ടം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഉള്ള അംജിത്തിൻ്റെ ഒരു എന്താണ് ഒരു എക്സ്പ്രഷൻ വരിക? അത് എല്ലാവരെയും പോലെ ഞാൻ വീണ്ടും സ്വാഭാവികമല്ലേ. ഇപ്പം നമ്മൾ കുഞ്ഞുനാൾ മുതലേ കാണുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, വലിയ വലിയ ടെക്നീഷ്യൻസിന്, ഇവരെയൊക്കെ ഫസ്റ്റ് ടൈം നമ്മൾ കാണുക, സംസാരിക്കുക, അല്ലെങ്കിൽ അവർ വളരെ പാഷനേറ്റായിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക, ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളും എക്സൈറ്റഡ് ആണ്. പിന്നെ കുറേയൊക്കെ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് പറയത്തില്ലേ, കുറച്ചൊക്കെ മസിൽ പിടിച്ച് ആറ്റിറ്റ്യൂഡ് കാണിച്ച് അങ്ങനെ നിൽക്കാൻ ശ്രമിക്കത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിലുള്ള എക്സൈറ്റ്മെന്റ് ഒരുപാട് പുറത്ത് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ പുതിയ ഒരാൾ വന്നിട്ട് പറയാണ്, സാർ എനിക്കൊരു അവസരം താങ്കളുടെ സിനിമയിൽ തരണം, പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ അവരെ കൂടുതൽ ആരെങ്കിലും അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? അത് എൻ്റെ സിനിമ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ 2ാമത്തെ പടം പുതിയ സംവിധായകയാണ് ചെയ്തത്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പുതിയ ആളാണ്.
പിന്നെ അതിനൊക്കെ തന്നെ ഇപ്പോൾ മൂന്നാമത് ചെയ്യാൻ പോകുന്ന പടം അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയുടെ സ്റ്റോറി കോൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ ഫസ്റ്റ് വെഞ്ചറാണ്. ഇതേ നമ്മുടെ രണ്ടാമത്തെ പടം ചെയ്ത ഡയറക്ടറുടെ പുള്ളിക്കാരുടെ രണ്ടാമത്തെ പടമാണ്. അപ്പം പുതിയ ആൾക്കാർക്കാണ് കൂടുതൽ അവസരം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നത്. കാരണം പുതിയ ആൾക്കാർക്ക് കൊടുത്താൽ എനിക്കുള്ള ഗുണം, എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പുതിയ ആൾക്കാരുടെ കഥകൾ കേൾക്കുകയും പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലും അത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പണ്ട് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ദൂരദർശനിൽ വരിക അല്ലെങ്കിൽ ഏഷ്യാനെറ്റൊക്കെ വന്നപ്പോൾ അതിനകത്ത് കാണുക എന്നുള്ളതായിരുന്നു. ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളും വന്നു തുടങ്ങി അല്ലേ? ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ പുതുതും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സിനിമാ വ്യവസായത്തിന് OTT പ്ലാറ്റ്ഫോം സപ്പോർട്ടീവായിട്ടാണോ അതോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തകർച്ച വന്നിട്ടുണ്ടോ? വളർച്ചയാണോ തളർച്ചയാണോ ഉണ്ടായിട്ടുള്ളത് OTT വഴി? അല്ല, OTT വഴി സിനിമയ്ക്ക് ഒരു വലിയ വളർച്ച, അല്ലാതെ എല്ലാവരും ചിന്തിച്ച പോലെ ഒരു വിപ്ലവകരമായിട്ടുള്ള വളർച്ച ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായി എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ഒരു കോവിഡിനിപ്പുറം അല്ലെങ്കിൽ കോവിഡിൻ്റെ ആ സമയത്ത് അപ്പോൾ ആ ഒരു വളർച്ചയെ കണ്ടുകൊണ്ട് കുറേ അധികം പ്രോഡക്റ്റുകൾ അതിലേക്കേക്ക് കുറേ അധികം, അതായത് ഇപ്പം ഒരു സട്ടയറിലേക്ക് വേണ്ടുന്നതിനപ്പുറം അതിൻ്റെ ഒരു 3 times 4 times എക്സ്ട്രാ പ്രോഡക്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടി. അപ്പോൾ ഇപ്പം കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ OTT കൊണ്ട് ഗുണമോ ദോഷമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദോഷമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം മുന്നേ ഉണ്ടായിരുന്ന ബിസിനസ്സിന് പോലും ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ചിന്തിക്കുവാണെങ്കിൽ ടോട്ടലി അപ്സെറ്റാണ്. ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു. അത് ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ദോഷം തന്നെയാണ്. കാരണം ഇപ്പോൾ സിനിമാ മേഖലയിൽ പൊതുവെ ബിസിനസ് ഒരു പ്രീ ബിസിനസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നൊരു സമയത്ത് നിന്ന് ഇപ്പോൾ 2025 ലാസ്റ്റിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്രീ ബിസിനസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 90% ഇല്ല. അതാണ് സിറ്റുവേഷൻ. ഒരു സിനിമ ചെയ്തു അംജിത്ത്, ഇപ്പം ഭാവിയിലാണെങ്കിലും ഒരു സിനിമ ചെയ്തു, റിലീസായി, അത് പൊട്ടി, 8 നിലയ്ക്ക് പൊട്ടി എന്ന് വിചാരിച്ചോ? തീർച്ചയായിട്ടും. ഹൗ യു വിൽ മാനേജ് ദാറ്റ് ഫെയിലിയർ? ഫെയിലിയർ ഉണ്ടെങ്കിലേ സക്സസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും സക്സസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ സക്സസിന് ഒരു വില കാണില്ല. ഇതെല്ലാരും പറയുന്ന ഒരു ഡയലോഗിന്റെ ഇതൊരു ക്ലീഷേ അല്ലെങ്കിൽ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. പക്ഷെ ഇത് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് ഡൗൺസ് കണ്ട ആളാണ്, അതുപോലെ തന്നെ ഒരുപാട് അപ്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഡൗൺസിനെ ഞാൻ ഈ വന്നിട്ടുള്ള ചെറിയ ചെറിയ അപ്സ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വീഴ്ച വന്നാൽ മാത്രമേ ഒരു കുട്ടി സക്സസ്സിനെ നമ്മൾ ആ വീഴ്ചയെ ഓവർകം ചെയ്യുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് എടുക്കുന്ന പടം എല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസർമാരും ഇന്ന് കോടീശ്വരന്മാരല്ലേ? സിനിമയല്ലേ? സിനിമ ഞാൻ അതാ പറഞ്ഞത്, സിനിമയെ സത്യസന്ധമായിട്ട് സമീപിക്കുകയാണെങ്കിൽ സിനിമ ചതിക്കില്ല, അത് ഉറപ്പാണ്. ഇത് എൻ്റെ ബിലീവാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് സമീപിക്കുക. ചിലപ്പോൾ മേ ബി ഇൻ ഫസ്റ്റ് അല്ലെങ്കിൽ 10ാമത്തേതിലായിരിക്കും. ഈ ഒരു ട്രാവൽ ഉണ്ടല്ലോ 1 മുതൽ 10 വരെ ഉള്ളത്, അല്ലെങ്കിൽ 10 മുതൽ 20 വരെ. ചിലപ്പോൾ ആ ഒരു 10 മുതൽ 20 വരെ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ പോകാനുള്ള ഒരു ട്രാവൽ എടുക്കുന്ന ടൈം, അതാണ് സ്ട്രഗിൾ. അതാണ് ഞാൻ കാണുന്ന പേഷ്യൻസ് ഇൻ സിനിമ. അതിലേക്ക് പോകാനുള്ളൊരു ഒരു ടൈമിങ് അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ളൊരു നമ്മുടെ എഫേർട്ട്, അതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ കാണുന്നത്. അപ്പം എനിക്കൊരു സക്സസ് എന്തായാലും വരും. എന്ത് സക്സസ് എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ്സ് ഹ്യൂജ് മീൻസ് എല്ലാവരും പറഞ്ഞൊരു ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ അതിലേക്കുള്ള ശ്രമമാണ്. ഏത് സിനിമ, ഇപ്പം ആദ്യത്തെ സിനിമ ആയാലും ശരി, ഇപ്പം ചെയ്യാൻ പോകുന്നതായാലും ശരി, ഏത് സിനിമ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര സക്സസ് ആയിരിക്കും, ഇത് നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് കൊടുക്കാൻ പറ്റുന്ന, ഇതെല്ലാം പ്ലാനിങ്ങിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ വേണമെന്ന് വെച്ചാൽ ആരും ഒന്നും നശിപ്പിക്കാൻ ചെയ്തില്ല. സാഹചര്യം, ചിലപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലായിരിക്കും നമ്മൾ കൺസീവ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ സിനിമ തരും, ഉറപ്പാണ്. അതുകൊണ്ട് പരാജയത്തെ ഓർത്ത് ദുഃഖിക്കാൻ ഞാൻ തയ്യാറല്ല, സക്സസിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ തന്നെ പോട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു നിങ്ങളുടെ പ്രൊഡക്ഷൻ ടെക്സാസ് ഫിലിം ഫാക്ടറി, ഓക്കെ, ഈ ഒരു ടെക്സാസിന്റെ ഒരു എയിം ഉണ്ടായിരിക്കും, ഈ പറയുന്ന കണക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ഉണ്ടായിരിക്കും. ഒരു 5 വർഷത്തെ ഒരു ലക്ഷ്യം എന്ന് കണക്കൂട്ടി ഒരു പ്ലാൻ കീപ്പ് ചെയ്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, സീരിയസ്ലി അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ചെറിയ സട്ടേറിയും തുടങ്ങി, ആദ്യത്തെ പടം കഴിഞ്ഞു, 2ാമത്തെ പടം ചെയ്തു, 3ാമത്തെ പടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെന്താണോ ഒരു ഗോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിലേക്കുള്ള ട്രാവലിൽ തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്യാൻവാസ് ഇത്തിരി കൂടെ വലുതാണ്. ഇനി അടുത്ത നമ്മുടെ പ്ലാനിലിരിക്കുന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് അതിനും കാട്ടിൽ കുറച്ചും കൂടെ വലുതാണ്, കുറച്ചേറെ വലുതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പോകുന്ന ഗ്രാഫിലാണെങ്കിൽ
ഞാൻ ആ പറയുന്ന ഗോളിലേക്ക് എത്താനുള്ള സാഹചര്യം ദൈവം കൂടെ സഹായിക്കുകയാണെങ്കിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ എല്ലാം അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഓക്കെ. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഉറപ്പല്ലേ? അംജിത്തിനെ സംബന്ധിച്ച് ജീവിതം എങ്ങനെ നോക്കി കാണുന്നു? എൻ്റെ പേഴ്സണൽ ലൈഫാണോ? പ്രൊഫഷണൽ വൈസും എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് ടെൻഷൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുപോലുള്ള കുട്ടി ടെൻഷൻസ് കാര്യങ്ങൾ അത് എല്ലാവർക്കും ഉണ്ട്. ടെൻഷൻസ് എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. പിന്നെ എന്താ പറയുക, പേഴ്സണൽ ലൈഫിൽ ഐ എം ഹാപ്പി. എനിക്ക് 2 കിഡ്സാണ്. മോൻ കോളേജിൽ പഠിക്കുന്നു, മോള് സ്കൂളിലാണ്. ദുബായ് ആണ്. അവർ 2 പഠിക്കുന്നു. വൈഫ് ഹൗസ് വൈഫാണ്. പുള്ളിക്കാരിക്ക് അവരെ നോക്കാൻ തന്നെ വലിയൊരു ജോലിയാണ്. അപ്പം സോ ഹാപ്പി. അപ്പോൾ ദുബായിൽ ബിസിനസ്സും കാര്യങ്ങളും ദുബായിൽ ബിസിനസ്സാണ്. കാര്യങ്ങൾ പോകുന്നു. ദൈവം സഹായിച്ചിട്ട് അതും കുഴപ്പമില്ല. ഇവിടെയും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് സിനിമയെ ഫോക്കസ്ഡ് ആയതിനെ കൊണ്ട് ഞാൻ കുറച്ചധികം സമയം, അതായത് ഒരു 15-20 ദിവസം കൊച്ചിയിലാണെങ്കിൽ ഒരു 10 ദിവസം ദുബായ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിലാണ് നിൽക്കുന്നത്. ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതുവരെയുള്ള ഈ നിമിഷം വരെയുള്ള ലൈഫിൽ, അതായത് സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടോ? സ്വാഭാവികം പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞത് അത് എന്തെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ചതി പറ്റിയിട്ടുണ്ട്, അത് എങ്ങനെ ഓവർകം ചെയ്യും? അത് റൂബി ചോദിച്ചാലും ഞാൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ചതികൾ പറ്റിയിട്ടുണ്ട്. പിന്നെ സിനിമ ചെയ്തതുകൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷന് അപ്പുറം കുറച്ചധികം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി. അതിലൊന്നാണ് എനിക്ക് ചുറ്റുമുള്ള കുറേ ശത്രുക്കളെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് സിനിമ കൊണ്ട്. അതിനപ്പുറത്തേക്ക് സിനിമ കൊണ്ട് എനിക്ക് സംതൃപ്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എനിക്കിഷ്ടപ്പെട്ടൊരു മേഖലയാണ്, ഞാനത് പാഷനേറ്റഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐ എം ഹാപ്പി. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഒരാൾ മീൻസ് തിരക്കഥാകൃത്ത് വരുന്നു. ഇപ്പം പലരും കഥകൾ ഇങ്ങനെ പറയുന്നുണ്ടാവാം, വന്ന് മീൻസ് ഡെയിലി ബേസിസോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈലോ വന്ന് പലരും വന്ന് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു തിരക്കഥാകൃത്തിന് അല്ലെങ്കിൽ ഒരു സംവിധായകനെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? മാനദണ്ഡം സ്ക്രിപ്റ്റ് തന്നെയാണ്, പറയുന്ന കണ്ടന്റ്. അത് നമുക്ക് അല്ല, സ്ക്രിപ്റ്റ് ശരിയെന്ന് ഇരിക്കട്ടെ. ഇപ്പം ഈ പറയുന്ന ഡയറക്ടർ ആളുടെ ക്യാരക്ടറിനോട് പ്രിയപ്പെട്ടില്ല, മീൻസ് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. വാട്ട് യു വിൽ ഡു? ഐ വിൽ ഡു. യു വിൽ ഡു. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. മാറ്റും. എൻ്റെ 2ാമത്തെ പടത്തിൻ്റെ ഇതൊരു ഓപ്പൺ ആണ് ഞാൻ പറയുന്ന കാര്യം. 2ാമത്തെ പടം റിലീസിലിരിക്കുകയാണ്. അതിൻ്റെ ഫോർത്ത് ഡയറക്ടർ ഈ പറയുന്ന സ്ക്രിപ്റ്റ് എഴുതിയ ആരതി ഗായത്രി ദേവി ഡയറക്ടർ ആകുന്നത് അങ്ങനെയാണ്. ബേസിക്കലി ആ പടത്തിൻ്റെ പ്ലാനിങ്ങിലുണ്ടായിരുന്ന 3 പേര് മാറിയിട്ടാണ് പുള്ളിക്കാരി ആ പടം ചെയ്യാൻ അതിലേക്ക് വരുന്നത്. ബേസിക്കലി പല കാരണങ്ങളാണ്. നമുക്ക് ചില സ്ഥലത്ത് ചില കാര്യങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വൈസ് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ വേണ്ടി വന്നാൽ അത് ചെയ്തില്ലെങ്കിൽ അവസാനം നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ അത് ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ അത് ലോസാണ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ട് അവരെ മാറ്റി അടുത്ത ആളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കോംപ്രമൈസിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല അവസാനം. അത് ഈ ചോദ്യത്തിന് ഉത്തരവാദമാണ്. നമുക്ക് മാറ്റേണ്ടി വന്നാൽ മാറ്റും. അതിപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്വാഭാവികം മാറ്റും. ഒബ്വിയസ്ലി മാറ്റം ഒന്നുമില്ല, ഞാൻ മാറ്റിയിരിക്കും. അല്ല, അങ്ങനല്ല. അത് നമ്മൾ സിനിമയിൽ ചില കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ അവിടാണ് ഈ പറയുന്ന കോംപ്രമൈസ് എന്ന് പറഞ്ഞ സംഭവം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നോ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക്. ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ആ നോ ചില സ്ഥലത്ത് ചില നോകൾക്ക് ഭയങ്കര ശരിയുടെ ഒരു വാല്യൂ ഉണ്ട്. അത് നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് പറയേണ്ട സമയത്ത് പറയുന്നതിലിരിക്കുക കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോ എന്ന് പറയാൻ നമുക്കൊരവസരം കിട്ടില്ല. അതാണ്. പിന്നെ ആർട്ടിസ്റ്റ് ആണോ ടെക്നീഷ്യനാണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ നോ പറയേണ്ടി വന്നാൽ നോ പറയണം. ഇതെൻ്റെ പോളിസി. ജീവിതത്തിൽ പണത്തിന് എത്രത്തോളം മൂല്യം ഉണ്ടെന്ന് കരുതുന്നു? ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ. ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ ആ പേപ്പർ അത് വേണം. ആവശ്യമില്ലാത്ത സമയത്ത് എത്ര കയ്യിലിരുന്നാലും അതിന് ഈ പറയുന്ന പേപ്പറിൻ്റെ വാല്യൂ. അതുകൊണ്ട് പണം അത്യാവശ്യം അങ്ങനല്ല. പണത്തിന് ഇമ്പോർട്ടൻസ് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആവശ്യത്തിന് വേണം. ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ നമുക്ക് ഏറ്റവും
ആവശ്യപ്പെടുന്ന നീഡായിട്ടുള്ള സമയത്ത് ഈ പറയുന്ന പേപ്പറിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള സമയത്ത് നമ്മളിൽ പണം വേണം, പണത്തിന്. പക്ഷേ പണത്തിന് അമിതമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, പൈസ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്കില്ല. ആവശ്യത്തിന് പണം വേണം, അത് ബേസിക്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലോ, മിക്കപ്പോഴും ഞാൻ കാണാറുണ്ട്. താങ്കളുടെ പോസ്റ്റുകളാണെങ്കിലും റീസെൻ്റ്ലി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അത് റീസെൻ്റ്ലി തുടങ്ങിയതാണ്. റീസെൻ്റ്ലി തുടങ്ങി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പലരും മെസ്സേജസ് ഇടായിരിക്കും അല്ലേ? പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒബ്വിയസ്ലി പേഴ്സണൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഒരുപാട്. ഏതെങ്കിലും മെസ്സേജ് ഇപ്പൊ കമന്റ് വൈസ് വരുന്ന മെസ്സേജുകൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഒരുപാട് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് മെസ്സേജസ്. ഇപ്പം നമ്മൾ എന്താ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലുള്ള ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ, ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന മെസ്സേജസോ അല്ലെന്നുണ്ടെങ്കിൽ കമൻസോ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ അത് വരാറുണ്ട്. പിന്നെ ഞാൻ പൊതുവേ ഇപ്പോൾ അത്തരം ഒരു കാര്യത്തിലും പ്രതികരിക്കാൻ പോകാറില്ല. കമൻറ്റ് വരികയാണെങ്കിൽ അവിടെ കിടക്കട്ടെ, വായിക്കുക, അവിടെ കിടക്കട്ടെ, വീണ്ടും ഇടുന്നവരിട്ടോട്ടെ. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ബ്ലോക്ക് ചെയ്യാൻ. ഞാൻ എൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചൊല്ല് ഓർമ്മ വന്നതേ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ. തീർച്ചയായിട്ടും ഇതെന്റെ ഫാദറിലോ എന്നെ കുറിച്ച് പറഞ്ഞുള്ള കാര്യമാണ്. ഗ്രേറ്റ് പേഴ്സൺസ് ഓൾവേസ് സേസ് ട്രൂ. ഇപ്പോൾ ഒരു നടനാവട്ടെ സിനിമയിൽ, അതിനിപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവട്ടെ, പലപ്പോഴും ഞാൻ പലരുടെയും ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ചെറിയൊരു ബൈറ്റിലും കണ്ടിട്ടുണ്ട്, കുറേ ഓഫേഴ്സ് വരാറുണ്ട്, കുറേ ഫാൻസ് ഉണ്ട് എനിക്കിന്ന്. അതായത് ലൈക്ക് ഇപ്പം ഒരു നിർമ്മാതാവാണ് നിങ്ങൾ, അപ്പം പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്, സർ ഞാൻ ഇന്ന ആളാണ്, സാറിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരു ചാൻസ് ഒക്കെ തരും, ഇങ്ങനത്തുള്ള കുറേ കമൻസുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. കാരണം ട്രാൻസ്ഫോർമേഷനിലൂടെ കുറേ കൂടി യങ് ആയി മമ്മൂട്ടി വെർഷനിലേക്ക് പോയതുകൊണ്ട് ചോദിച്ചതാ. മെസ്സേജസ് വരാറുണ്ട്. എൻ്റെ ഈ മൊബൈൽ എടുത്ത് നോക്കിയാൽ കാണാം മെസ്സേജസ് വരാറുണ്ട്, ചാൻസ് ചോദിച്ചും വരാറുണ്ട്, അല്ലാതെ പല രീതിയിലും മെസ്സേജസ് വരാറുണ്ട്. എല്ലാം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് മാന്യമായിട്ടുള്ള എൻ്റെ കാര്യം. ഞാനതങ്ങനെ കൊണ്ടുപോകും, അങ്ങനെ പോവുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ കൈവിട്ട് പോകുമെന്ന് തോന്നുന്നു. ഇല്ല, എന്നാ പിന്നെ കോൺഫിഡൻസ് ഞാനെന്നാ വിട്ടേക്കിടും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയതിന്, താങ്കളുടെ ഒരുപാട് ടൈം ഷെഡ്യൂളിൽ നിന്ന് ഒരിത്തിരി സമയം നമുക്ക് മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.